മാത്തു, ഈ ചൂരൽ എന്ന് പറയുന്നത് അത്യാവശ്യം കുരുത്തക്കേടുള്ള പിള്ളേരെ അടക്കി നിർത്താനുള്ള ഒരു മഹാസംഭവമാണ്. അത് കാലാകാലങ്ങളായിട്ട് നമ്മൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചൂരലിന്റെ പേരിൽ ഒരു മല, ആ ചൂരൽ മലയുടെ നടുവിലാണ്, മനസ്സിന്റെ നടുക്കാണ് കഴിഞ്ഞു. ഇനി ഏറ്റവും ആദ്യത്തെ മത്സരാർത്ഥി വരുന്നു. അത് മറ്റാരുമല്ല, ഈ നാടിന്റെ ഒരു അമ്മക്കുട്ടി, നാണിയമ്മ. നമസ്കാരം. നമസ്കാരം. ഇവിടെ ഈ ഉടൻപടത്തിൽ മത്സരിക്കാൻ നിൽക്കുന്നു ചൂരൽ മലക്കാർ മുഴുവൻ ഇപ്പൊ ചുറ്റിലുണ്ട്. അതിന്റെ ഒരു പേടിയുണ്ടോ നാണിയമ്മയ്ക്ക്? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനത് വിചാരിച്ചിട്ടും കൂടിയില്ല. ഇതാ ചൂരൽ മലയുടെ വേട്ടക്കാരി എത്തിച്ചേർന്നിരിക്കുന്നു. കൊണ്ട് കയ്യടി. നാണിയമ്മ, ഈ നാട്ടുകാരി തന്നെയാണോ? ആണ്. എത്ര കാലമായിട്ട് ചൂരൽ മലയിലുണ്ട്? ചൂരൽ മലയില് 70 വർഷമായി. 70 വർഷമായി. കല്യാണം കഴിക്കുന്നേക്കാൾ മുമ്പ് ഇവിടെ തന്നെയായിരുന്നു. ജനിച്ചത് എവിടെയാണോ? ജനിച്ചത് ഇവിടെയാണ്. ജനിച്ചത് എവിടെയാ? പാലക്കാട്. എങ്ങനെ ഈ പാലക്കാട് നിന്ന് ചൂരൽ മലയിലേക്ക് എത്തിയേ? അത് വിവരമില്ലാണ്ടൊക്കെ നാട് വിട്ട് വന്നു. അയ്യോ, വിവരമില്ലാണ്ട് നാട് വിട്ടോ? ആര് നാട് വിട്ടു? അച്ഛനും അമ്മയും. എന്തിന്? ഇവിടെ ജീവിക്കാ, ഇവിടെ സൂപ്പറേണ്ടാണ് പറഞ്ഞിട്ട് വന്നാണ്. എന്നിട്ടാ നോക്കുമ്പോ മമ്മൂട്ടി ചത്തലാണ്. സൂപ്രണ്ടാണെന്ന് പറഞ്ഞാണ് വന്നത്. ഇപ്പൊ 70 വർഷമായിട്ട് ചൂരൽ മലയിലാണ്. ഇപ്പൊ ചോദിക്കുമ്പോ പാലക്കാടിനോടാണോ ചൂരൽ മലയോടാണോ കൂടുതൽ ഇഷ്ടം? ഇപ്പൊ എനിക്ക് പാലക്കാടിനോടാ. അതെ, ഉള്ളതുപോലെ പറയുന്ന ഒരു നാണിയമ്മയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കേട്ടോ. അത്യാവശ്യം ആരെങ്കിലൊക്കെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു തരത്തിലുള്ള ഷോപ്പിംഗ് പരിപാടി നമുക്കില്ല. എനിക്ക് ഷോപ്പേ വേണ്ട. എവിടെയാണെങ്കിലും വെട്ടി തുറന്ന് കാര്യങ്ങൾ പറയാനുള്ള ധൈര്യമുള്ള വേട്ടക്കാരിയാണിത്. അതെ. വീട്ടിലാരൊക്കെ ഉണ്ട് നാണിയമ്മയുടെ? ഇപ്പൊ വീട്ടില് 9 മക്കളാണ്. നാണിയമ്മ, ഒരാളൂടെ ഉണ്ടായിരുന്നെങ്കിൽ 10 തികയ്ക്കായിരുന്നു. 12 പ്രസവിച്ചു. 4 മരിച്ചുപോയി. അയ്യോ, 9 മക്കളുടെ പേര് പറയാം. 9 മക്കളുടെ പേര് രാജേന്ദ്രൻ, സുരേന്ദ്രൻ, സുഭാഷ്, ദിനേശ്, ദിലീപ്, ജജീഷ്. ഇപ്പൊ 6 ആയുള്ളൂ. 6. സൗന്ദര, ശ്യാമള, യശോദ. 9.